ഇപ്പോൾ സ്റ്റിംഗ് ഓപ്പറേഷനുകളുടെയും ഒളിക്യാമറകളുടെയും CCTV ക്യാമറകളുടെയും കാലമാണ്. എന്തും ഏതും CCTV ക്യാമറകളിൽ പതിഞ്ഞ് അത് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ആരെയും നാണം കെടുത്താം, ആരെയും ബുദ്ധിമുട്ടിക്കാം, ആരെയും കേസിൽ കൊടുക്കാം. ഇതിനൊക്കെ ഇതിൻ്റെ നല്ലതായ വശങ്ങളുമുണ്ട്, ദോഷകരമായ വശങ്ങളുമുണ്ട്. ഒരാളുടെ സ്വകാര്യത CCTVയിലോ മറ്റ് ഒളിക്യാമറകളിലോ പകർത്തി അത് പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. പക്ഷേ ഒരു മോഷണം നടന്നാൽ അത് പിടിക്കാൻ CCTV ദൃശ്യങ്ങളോ ഇത്തരം ഒളിക്യാമറ ദൃശ്യങ്ങളോ ഉപയോഗിക്കാം. അത് തെറ്റില്ലാത്ത കാര്യമാണ്. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും കരുതിയിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒളിക്യാമറകളുടെ കാലമാണ്. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇടപെടുന്ന ആളുകൾ, ഇതൊക്കെ തന്നെ ചില ആളുകൾ ഒളിക്യാമറയിൽ പകർത്തി നിങ്ങളെ ഭീഷണിപ്പെടുത്താനും നിങ്ങൾക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി VD സതീശനും കൂട്ടർക്കും നൽകുന്നത്. അതിനുവേണ്ടി CPM ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും പുറത്തു വരുന്നു. VD സതീശനെ കാണാൻ വെള്ളയും ഖദറിട്ട് ഒരാൾ വരുന്നു. അയാൾ അവിടെ കറങ്ങിത്തിരിഞ്ഞു നിൽക്കുന്നു, മൊബൈൽ എടുക്കുന്നു, വിളിക്കുന്നത് പോലെ അഭിനയിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇയാൾ തന്നെ മറ്റൊരിടത്തും കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ചില ആശങ്കകൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് ചില കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് സൈബർ വിദഗ്ധരും ഒക്കെ തന്നെ. അതുകൊണ്ട് സന്ദർശകരെ സ്വീകരിക്കുമ്പോഴും സന്ദർശകർ ആരാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ അന്വേഷണം നടത്തി വേണം ഇത്തരത്തിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും നടപടികൾ സ്വീകരിക്കാനും ഒന്ന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണ് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും. മന്ത്രിമാരടക്കം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന മുന്നറിയിപ്പുമുണ്ട്. ഏതു തരത്തിലും കോൺഗ്രസിനെയും UDF സർക്കാരിനെയും മോശപ്പെടുത്താനും അവരെ ഭീഷണിപ്പെടുത്താനും എന്തിനും ഏതിനും തയ്യാറായി ചില CPM അണികൾ നടക്കുന്നുണ്ട്. അവരുടെ പ്രധാന ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ദൃശ്യം മൊബൈലിലോ ഒളിക്യാമറയിലോ പകർത്തി ഇവരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇവരെ തേജോവധം ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിൽ ഏറ്റ വൻപിച്ച പരാജയത്തിന് ഒരു മറുപടി എന്നോണം ഇത്തരം ഹീനമായ പ്രവൃത്തികൾ ചെയ്യാൻ CPMഉം ചില ഇടതുപക്ഷ മാധ്യമങ്ങളും തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് കാരണം ജനങ്ങളാണ്, അതുപോലെ തന്നെ EVM ടാമ്പറിംഗ് പലയിടത്തും നടന്നു തുടങ്ങിയ കള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന CPM സൈബർ ഹാൻഡിലുകളുമുണ്ട്. അവരൊക്കെ ഇത്തരം ഏതെങ്കിലും ഒരു ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മോശമായി ചിത്രീകരിച്ച് പല രീതിയിൽ വിനിയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നും പറയപ്പെടുന്നു. VD സതീശൻ ഒരു യുവാവിനോട് മുഖം കൊണ്ട് ഒരു ചേഷ്ട കാണിച്ചതിനെ വളരെ മോശമാക്കി ചിത്രീകരിച്ചൊക്കെ തന്നെ CPM സൈബർ ഹാൻഡിലുകൾ ദൃശ്യങ്ങളും ചില കാര്യങ്ങളും ഒക്കെ തന്നെ ഇല്ലാത്തത് പ്രചരിപ്പിച്ചിരുന്നു. അപ്പം ഒളിക്യാമറകളും CCTV ക്യാമറകളും മൊബൈൽ ക്യാമറകളും ചുറ്റുമുണ്ട്. മുഖ്യമന്ത്രി VD സതീശനും കൂട്ടരും സൂക്ഷിക്കുക, ഇടപെടുന്ന ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കുക, സ്ഥിരമായി നിങ്ങളൊക്കെ പോകുന്ന ഇടങ്ങളിൽ സ്ഥിരമായി വരുന്ന ആളുകളെ ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ വിവരമറിയിക്കുക, മറ്റ് നിയമ നടപടികൾ തേടുക. എന്തിനും ഏതിനും തയ്യാറായി CPMന്റെ സൈബർ ഗുണ്ടകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ UDF സർക്കാരിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലഭിച്ചിരിക്കുന്നത്.